റൂമിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. നമ്മളിപ്പോൾ അപ്പർ ഡെക്കിലാണ്. അത് ഷിപ്പ് ഏറ്റവും ടോപ്പിൽ നിന്ന് ബുർജ് ഖലീഫയുടെ ഒരു 3 നിലയിൽ നിന്ന് നോക്കുന്ന ഒരു അതേ വ്യൂ തന്നെയാണ് ഈ അപ്പർ ഡെക്കിൽ നിന്ന് നമുക്ക് കാണാൻ ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഷിപ്പിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇതുപോലെ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തീം കണ്ടില്ലേ? Yeah, I'm coming. Photo എടുക്കണോ? ഇങ്ങനെ മ്യൂസിയമൊക്കെ കണ്ട് നമ്മൾ പയ്യെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ബാർ ലോഞ്ച് ഉണ്ട്. ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ റോയൽ ഫാമിലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ലുക്കൊക്കെ കണ്ടില്ലേ? അതിൽ പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഇത് ഫങ്ഷനിങ് അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഇനി നമ്മൾ ലോസ് വേഗാസിലൊക്കെ കാണുന്നത് പോലെ ഒരു ചെറിയൊരു ചൂതാട്ട കേന്ദ്രമാട്ടോ ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഗാംബ്ലിംഗ് സെൻറ്റർ. ഓക്കെ, അതാണ് ഇപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ കയറി അത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു റോയൽ ഫാമിലിക്ക് വേണ്ടി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് എൻട്രൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അവിടുന്ന് ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്ക് ഈ ബേ വിൻഡോയിലൂടെ കടലിൻ്റെ വൈകുന്നേരത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഒരു തിയേറ്ററിലേക്കാണ്. അതായത് അന്നത്തെ കാലത്ത് ഇതിലും മൂവീസ് നമ്മുടെ നോർമൽ തിയേറ്ററിൽ പോലെ മൂവീസ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാമയൊക്കെ അവർ ലൈവ് ഷോസ് ഇവിടെ പല ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ ഉള്ളിൽ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് കയറി ഒരു പിക്ചറൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ പല സംവിധാനങ്ങളും അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ 7ാമത്തെ നിലയിലാണ് നമ്മളീ കാണുന്ന ഒരു ആവറേജ് പൂള്. ഓക്കെ, അത്യാവശ്യം കുളിക്കേണ്ടവർക്കൊക്കെ വേണമെങ്കിൽ ആ പൂളൊന്ന് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അത് ഒരു ജിം അറ്റാച്ച്ഡാണ്. അവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്. വൈകുന്നേരം അത് 7 മണിക്ക് അവരത് ക്ലോസ് ചെയ്യും. രാവിലെ 9 മണിക്ക് അത് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോയൽ ഗാലറിയാണ്. അവിടെ റോയൽ ഫാമിലീസ് ഈ ഷിപ്പ് വിസിറ്റ് ചെയ്തതും ഈ ഷിപ്പ് 69 ലോഞ്ച് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ്, റോയൽ ഫാമിലിക്ക് ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻസ് അയച്ചിരിക്കുന്ന ലെറ്റേഴ്സ്, അവരുടെ കറസ്പോണ്ടൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെയറിലാണ് നമ്മുടെ നെൽസൺ മണ്ടേല ഈ ഷിപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, അവിടെ അതിൻ്റെ പിക്ചറുണ്ട്. പിന്നെ കോൺഫറൻസ് റൂം, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഇത്രയും സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ഏകദേശം 10 മണിയായി. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിപ്പിൻ്റെ ബാക്കിലുള്ള സൺ ടെക് എന്ന് പറയുന്നൊരു സ്പോട്ടിലാണ്. ഇവിടെ നിന്ന് രാത്രി ദുബായിലേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ കടലിലേക്കുള്ള വ്യൂവും നമുക്ക് ലഭിക്കും. നല്ല കാറ്റാണ്.
പിന്നെ കുറച്ച് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഷിപ്പിൻ്റെ ഏകദേശം ഈ ഒരു സൈഡിലൂടെ മുൻവശത്തേക്ക് കുറേ നടന്നു. ഇത് 3 നിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി ഡേ 2 മോർണിംഗ് ഉടനെ തന്നെ വരും. ബൈ ബൈ.